ഹായ് ഫ്രണ്ട്സ്, പോളിസി ആൻഡ് പീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പക്ഷേ നിങ്ങൾ എല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും, കാരണം കൂടാണ്ട് ഒരു ക്ലെയിം റിജക്റ്റ് ആയാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം കൂടാണ്ട് ഒരു ഇൻഷുറൻസ് ക്ലെയിം നിരസിക്കപ്പെട്ടാൽ വിഷമിക്കേണ്ടതില്ല. അതിനെതിരെ നിയമപരമായും അല്ലാതെയും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ പലതാണ്. നിരസിക്കപ്പെടാനുള്ള കാരണം വ്യക്തമായി മനസ്സിലാക്കുക. കമ്പനി അയച്ച ലെറ്റർ ശ്രദ്ധാപൂർവം വായിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പോളിസിയിലെ ഏത് ക്ലോസ് പ്രകാരമാണ് ഇത് നിരസിക്കപ്പെട്ടതെന്ന് അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പോളിസി ഡോക്യുമെന്റ് പരിശോധിക്കുക. കമ്പനി പറഞ്ഞ കാരണവുമായി നിങ്ങളുടെ പോളിസി ഡോക്യുമെന്റ് ഒത്തുനോക്കുക. നിങ്ങൾ അവകാശപ്പെടുന്നത് ന്യായമാണെന്നും കമ്പനിയുടെ വാദം തെറ്റാണെന്നും നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ ശേഖരിക്കുക. കമ്പനിയുടെ ഗ്രീവൻസ് സെല്ലിനെ സമീപിക്കുക. മിക്ക ഇൻഷുറൻസ് കമ്പനികൾക്കും പരാതികൾ കേൾക്കാൻ ഒരു ഗ്രീവൻസ് ഓഫീസർ ഉണ്ടാകും. നമ്മുടെ അതൃപ്തി അറിയിച്ചുകൊണ്ട് ഗ്രീവൻസ് ഓഫീസർക്ക് ഒരു ലെറ്റർ അയക്കാവുന്നതാണ്. പരാതി നൽകിയതിന്റെ കോപ്പി സൂക്ഷിക്കണം. കമ്പനിയുടെ മറുപടിക്കായി കാത്തിരിക്കണം. ഏകദേശം 15 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കേണ്ടതാണ്. ഇൻഷുറൻസ് ഓംബുഡ്സ്മാന് പരാതി നൽകുക. കമ്പനിയുടെ മറുപടി നമുക്ക് തൃപ്തികരമല്ലെങ്കിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാന് നമുക്ക് പരാതി നൽകാം. ഇതൊരു സർക്കാർ സംവിധാനമാണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി വഴി ഓൺലൈനായി നമുക്ക് പരാതികൾ നൽകാവുന്നതാണ്. അടുത്തതാണ് കൺസ്യൂമർ കോർട്ട്. മുകളിലുള്ള വഴികളൊന്നും ഫലിച്ചില്ലെങ്കിൽ നമുക്ക് കൺസ്യൂമർ കോർട്ടിൽ പരാതി നൽകാവുന്നതാണ്. ഇതിനായി ഒരു വക്കീലിന്റെ സഹായം കൂടിയേ തീരൂ. നിങ്ങളുടെ പോളിസി കോപ്പി, ക്ലെയിം സമർപ്പിച്ചതിന്റെ രേഖകൾ, കമ്പനിയുടെ നിരസിക്കൽ കത്ത്, നിങ്ങൾ കമ്പനിക്ക് അയച്ച പരാതിയും അവയുടെ മറുപടിയുടെയും രേഖകൾ, ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയുടെ രേഖകൾ, അത് ആവശ്യമെങ്കിൽ മാത്രം. ഇതിനെല്ലാം പുറമെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി. നമ്മൾ പോളിസി എടുക്കുമ്പോൾ നൽകിയ വിവരങ്ങൾ സത്യസന്ധമാണെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ എല്ലാ ആശയവിനിമയങ്ങളും രേഖാമൂലം മാത്രം നടത്തുക. അത് മെയിലായിട്ടോ കത്തുകളായിട്ടോ. അതെ, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു കസ്റ്റമറിനാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നതെങ്കിൽ നമ്മൾ പൂർണ്ണമായും അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിൽക്കും. ക്ലെയിം ജെനുവൻ ആണെങ്കിൽ അപ്രൂവൽ മേടിച്ചു കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലെയിം റിജക്റ്റ് ആയ പലരും നിങ്ങൾ കാണില്ലേ? അങ്ങനെ ആരും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ വീട്ടുകാർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വിളിക്കാം. ബൈ, സ്റ്റേ ഹെൽത്തി.